ഹായ് എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ക്രീമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം പൊടിച്ച പഞ്ചസാര, നമുക്ക് 200 ഗ്രാം കോക്കനട്ട് മിൽക്കും 200 ഗ്രാം കോക്കനട്ട് ക്രീമുമാണ് ആവശ്യം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാമിൻ്റെ ഒരു കോക്കനട്ട് മിൽക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം നമ്മുടെ ഈ കോക്കനട്ട് മിൽക്കിൻ്റെ അകത്തുള്ള വെള്ളം അടിയിലേക്ക് അടിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കോക്കനട്ട് ക്രീം വരും. അപ്പോൾ നമുക്ക് ഈ ഒറ്റ ബോട്ടിൽ കൊണ്ട് നമുക്ക് കോക്കനട്ട് ക്രീമും കോക്കനട്ട് മിൽക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കോക്കനട്ട് ക്രീം ഇങ്ങനെ തെളിഞ്ഞ് വന്ന് നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 200 ഗ്രാം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ്. നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകാലെ ചെയ്യുന്നുണ്ട്. ഇതൊരു 200 ഗ്രാം കോക്കനട്ട് ക്രീം ഞാൻ ഈ കോക്കനട്ട് മിൽക്കിൻ്റെ മുകളിൽ നിന്ന് കോരിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ ബാലൻസ് വരുന്ന വെള്ളവും അതിനകത്തുള്ള കോക്കനട്ട് ക്രീമും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു കോക്കനട്ട് മിൽക്കാക്കി എടുക്കാം. ഇതേപോലെ. അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമുക്ക് മിൽക്കും ക്രീമും ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ കോക്കനട്ട് ക്രീം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കോക്കനട്ട് മിൽക്കിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് 200 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ചരുവത്തിലേക്ക് കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കോക്കനട്ട് മിൽക്കും ചോക്ലേറ്റും കൂടി വെച്ച് കൊടുത്ത് പതുക്കെ ഇത് ഉരുക്കി ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഉരുകി നല്ലൊരു ക്രീം പരുവായി വരുന്നുണ്ട്. കുറച്ചുകൂടി ചോക്ലേറ്റ് ഉരുകാനുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം. ഇത് പതുക്കെ ചെറിയ ചൂടിൽ ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. കാരണം തിളയ്ക്കരുത്, നമ്മുടെ തേങ്ങാപ്പാലാണ്, അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ചൂടിൽ നമുക്കിതുപോലെ പതുക്കെ പതുക്കെ ഇളക്കി അതൊരു ഉരുക്കി ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഏകദേശം ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 100 ഗ്രാം പഞ്ചസാരയിൽ നിന്ന് പകുതി പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി പഞ്ചസാരയുടെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലും ചോക്ലേറ്റും പഞ്ചസാരയും എല്ലാം ഇവിടെ അലിഞ്ഞു ചേർന്ന് നല്ലൊരു ക്രീമി പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ക്രീം അവിടെ തണുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഈ കോക്കനട്ട് ക്രീമിലേക്ക് ബാക്കിയിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ട് നമുക്കിതുപോലെ ഒരു വിസ്കോ ഒരു ഫോർക്കോ, ഇപ്പം ഞാനിവിടെ ഒരു വിസ്ക്കാണ് എടുത്തിരിക്കുന്നത് കാരണം എനിക്കിതുള്ളത് കൊണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർക്കോ ആണെങ്കിലും എടുക്കാം. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഈ പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഈ വിസ്ക് വെച്ച് ഇത് അടിച്ച് പതിപ്പിച്ച് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം. ഇപ്പം നിങ്ങൾക്ക് ഒരു 20 മിനിറ്റോളം ഞാൻ ഈ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തു. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
കറക്റ്റ് ഒരു വിപ്പിംഗ് ക്രീമായി വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ക്രീം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ചോക്ലേറ്റ് ക്രീം ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കാൻ ബീറ്റർ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റോളം വേണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഇതുപോലെ ഒത്തിരി ഇട്ട് ഇളക്കാതെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റിൻ്റെ ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലത്തെ 3 ബൗളിലേക്ക് ഒഴിച്ച് ഒരു നൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഈ ഒരു പരുവത്തിൽ കിട്ടും. അധികം ലിക്വിഡും അല്ല, എന്നാൽ വലിയ ക്രീമി അല്ലാത്തൊരു പരുവത്തിൽ വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പം നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ക്രീമെല്ലാം ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റീൽ പേപ്പർ ഉപയോഗിച്ചോ അടച്ച് നമുക്ക് ഒരു നൈറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ക്രീം ഇവിടെ ഒരു നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പേ ഉള്ളായിരുന്നു, ഞാൻ അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ ആ തേങ്ങാപ്പാൽ റെഡിമെയ്ഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇപ്പോൾ തേങ്ങാപ്പാൽ റെഡിമെയ്ഡ് ഇല്ല, തേങ്ങാപ്പാലിൻ്റെ പൊടിയാണെങ്കിലും അത് നല്ല കുറിയ പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ക്രീം നമുക്ക് കിട്ടും. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പം നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. എല്ലാം നാച്ചുറലാണിത്. യാതൊരു കെമിക്കൽസും ഇതിനകത്ത് ചേർന്നിട്ടില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ മക്കൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും ഇത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ. ഇത് ഞാൻ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് നമ്മൾ ക്രീമി ആയിട്ട് കിട്ടുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ വരും. നമ്മുടെ ഏകദേശം ഒരു ഐസ്ക്രീമിൻ്റെ രൂപത്തിൽ. ഇതിൽ കെമിക്കൽസ് ഒന്നും ചേരാത്തത് കൊണ്ട് ഇത് അധികം സമയമൊന്നും നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് അലുത്ത് പോകും. ഇത് വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പവുമാണ്. അപ്പം ഞാനിതൊന്ന് കഴിച്ചു കൂടി കാണിക്കാം. നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത്.